എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലെ ഇക്കിഴി റിയാക്ഷൻ ആണ്. ബ്രഹ്മയുഗം സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റേഴ്സ് വേറെ ലെവലാണ്. ഒരു തർക്ക കാര്യത്തിലില്ല. അർജുൻ അശോകന്റെ ക്യാരക്ടർ പോസ്റ്റർ ഒഴികെ ബാക്കി എല്ലാം ഗംഭീരം. പക്ഷെ അത് മാത്രം എന്തുകൊണ്ട് അങ്ങനെ ആക്കിയത് എനിക്ക് തോന്നുന്നു കുറച്ച് മെയിൻ ആയിട്ട് മമ്മൂക്കേന്റെ കാട്ടിലും പ്രാധാന്യം കൊടുക്കേണ്ട ആള് ശരിക്കും അർജുൻ അശോകനാണല്ലോ. അതെ, രണ്ടുപേർക്കും വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ കുറച്ച് ഇതിനു വേണ്ടി കൊടുത്തായിരിക്കും. പക്ഷെ അത് വളരെ മോശമായി പോയി. ആ സമയത്ത് ഇന്നലെ വന്ന മറ്റേ സിദ്ധാർത്ഥിന്റെ ഒക്കെ പോസ്റ്റർ എന്താണ് ഭീകര സാധനം. ഇപ്പൊ വന്നിട്ടുള്ള പുതിയ പോസ്റ്റർ അമാളുടെ പോസ്റ്റർ സൂപ്പർ പോസ്റ്റർ ആണ്. പക്ഷേ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ആൾക്ക് തലയൊന്നും ഇഷ്ടമല്ല. പകുതി കട്ട് ചെയ്ത് പോകണം, ഒന്നും ഫുള്ളാക്കൂല. ഓക്കെ, എന്തായാലും ഗംഭീരം വർക്കാണിത്. അതൊരു സത്യം. പിന്നെ നല്ല ക്വാളിറ്റി പിക്ചറാണ്. അർജുൻ അശോകന്റെ പോലെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിന്ന് ക്രോപ്പ് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെ, എന്തായാലും മോശമില്ല. ഓക്കെ, മമ്മൂക്കയുടെ ഒരു അടാറ് സാധനം വന്നിട്ടുണ്ടായിരുന്നല്ലോ, കൊമ്പൊക്കെ മുളച്ച് ഒരു ഐറ്റം, ഒരു ഭീകര പോസ്റ്റർ. അതായത് തെയ്യം, കഥകളി, ഇതിന്റെയൊക്കെ ഒരു ഫ്യൂഷൻ ടൈപ്പ് സാധനം. എങ്ങനെ അത് കണക്ക് കൂട്ടാട്ടോ. അതെ, എന്തായാലും അതിന്റെ ഒരുപാട് ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് അന്ന് കാണാം. എല്ലാം ഒന്നിനൊന്നും മെച്ചം. എല്ലാം ഞെട്ടിക്കുന്നത്. ഒന്നാമത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടി കിട്ടുമ്പോ വേറെ ലെവലാണ് സാധനം. ഒരു പ്രത്യേക വൈബുണ്ട്. പക്ഷെ പോസ്റ്റേഴ്സ് ഇങ്ങനെ ഓക്കെ, പക്ഷെ സിനിമ ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും എന്നുള്ളത് കേട്ടിട്ട് ചിലരൊക്കെ നിരാശപ്പെട്ടിട്ടുണ്ട്. അതിൽ ഞാനും പെടും. അത് സത്യമായിട്ടും അത് നിരാശ തോന്നും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ. ഈ ഇന്റൻസിറ്റി ഒക്കെ ഫീൽ ചെയ്യൂ. ഈ തീ, റെഡ്, ആ ഡാർക്ക്നെസ് ഒക്കെ ശരിയായ രീതിയിൽ കിട്ടില്ല. അതാണ് പറഞ്ഞത്. നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ സിനിമേന്റെ കാണാൻ തുടങ്ങിയ സമയത്ത് അത് കുഴപ്പമില്ലായിരുന്നു. അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. പക്ഷെ ഇപ്പത്തെ സിനിമകളില് തീയാണെങ്കിലും വെള്ളത്തിന്റെ പോലും കളർ എന്തുവാ. അതെ, അതിന്റെ പവർ കിട്ടണമെങ്കിലേ അതെല്ലാം അതേതായിട്ട് തന്നെ വരേണ്ടതാണ്. ഓക്കെ, എന്തായാലും പക്ഷെ നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വർഷം പുറകിലേക്ക് അങ്ങ് പോവാ, എന്നിട്ടിരുന്ന് കാണാം. ഓക്കെ, എന്തായാലും ഇതൊരു ഗംഭീര പോസ്റ്ററാണ്. ഇതാണ് ചെയ്തിരിക്കുന്നത് വിഷ്ണുജി ഒഫീഷ്യൽ. ആളുടെ മോതിരത്തിന് മാത്രം ഒരു മഞ്ഞ കളർ ഉണ്ട് കേട്ടോ. അടുത്തത് അതൊരു ഗംഭീരം. ഇത് കളറിലേക്ക് വന്നപ്പോൾ ഒരു എഫക്റ്റ് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ഈ പോസ്റ്റർ. എനിക്ക് തോന്നുന്നു സിനിമ വളരെ മികച്ച അഭിപ്രായം എവിടെയെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിൽ വിമർശനം വരും എന്നുള്ളത് സിനിമ പുറത്തിറങ്ങുമ്പോൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ആയിരിക്കുമോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അല്ലെങ്കിൽ അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം പുറത്തുവിടില്ല. അവർ ആൾറെഡി രജിസ്റ്റർ ചെയ്യണം നമ്മുടെ മനസ്സിലേക്ക്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് വരാൻ പോകുന്നത്. അതൊരു സത്യം, അങ്ങനെ തന്നെയാ തോന്നുന്നു. പക്ഷെ ഇതിലേക്ക് വന്നപ്പോ എന്താ ഒരു ഭീകര എഫക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ഈ ഒരു അതായത് ഫുള്ള് ഭയങ്കര കളറും ബ്രൈറ്റ്നസും വേണമെന്നൊന്നും ഇല്ലായിരുന്നു. അതെ, കുറച്ച് ഗ്രേ കൂടി അങ്ങനെ വിട്ടാലും. അതായത് നമ്മുടെ KGF 2 ഒക്കെ ചെയ്ത പോലെ അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് വെച്ചാൽ അങ്ങനെ ആണെന്ന് തോന്നിപ്പിക്കും ചെയ്യാം. അങ്ങനത്തെ രീതി ചെയ്യാറുണ്ടെങ്കിൽ അടിപൊളി. കുറച്ചൊക്കെ കളറൊക്കെ ഫീൽ ചെയ്യണമായിരുന്നു. ഈ റെഡ് ഒക്കെ അല്ലേ, കട്ട യെല്ലോ, അതൊക്കെ അങ്ങനെ ഫീൽ ചെയ്യുമ്പോഴാണ് റെഡും റെഡ് ലൈറ്റ് ഒക്കെ വരുമ്പോൾ ഭീകരം. പിന്നെ മാത്രല്ല ഇപ്പൊ ആ തലയിലുള്ള ഒരു കുറച്ച് വേര് പോലുള്ള ഇത് തൂങ്ങി ഇറങ്ങിയിട്ടുണ്ടോ, അതൊന്നും ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ശരിക്കും വ്യക്തമല്ല. കളറ് കാണുമ്പോൾ നമുക്ക് ഓരോന്നും എടുത്ത് കാണുമല്ലോ. എന്തായാലും നോക്കാം. എന്തായാലും ഇതൊരു ഗംഭീര വർക്കാണ് കളറിലേക്ക് മാറ്റിയത്. അടുത്തത് ആദ്യം പുറത്തിറങ്ങിയ ആ ഒരു പോസ്റ്ററും പിന്നില് ഇപ്പൊ പുറത്തിറങ്ങി. അതെ, കസേരയിൽ ഇരിക്കുന്നത് വേറെ പോസ്റ്ററായിരുന്നു. ഇതായിരുന്നു ആദ്യം വന്നത്, അതായത് പകുതി മാത്രം പുറത്തോട്ട്. ഇതാണ് നീ പറഞ്ഞ സംഭവം. ഈ ഡിസൈൻ ചെയ്യുന്ന ആൾക്കേ ഫുള്ള് മുഖമൊന്നും ഇഷ്ടം തല ഫസ്റ്റ് മുതൽ ഫസ്റ്റ് നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അത് പിന്നെ ഫസ്റ്റ് ലുക്ക് ഇത്ര കാണിച്ചാൽ മതി, അത്രേ ഉള്ളൂ നമ്മൾ വിചാരിച്ചത്. പക്ഷെ അർജുൻ അശോകന്റെ വന്നപ്പോഴും അമാളുടെ വന്നപ്പോഴും ഒക്കെ ഇത് തന്നെ അവസ്ഥ, പകുതി വെച്ച് പോകുന്നുണ്ട്. എന്തായാലും സിദ്ധാർത്ഥനോട് പ്രത്യേക താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ സിദ്ധാർത്ഥ ഉണ്ടാവേ എന്റത് ഫുൾ ഇട്ടില്ലെങ്കിൽ പോസ്റ്ററിൽ മാത്രമേ ഇപ്പൊ ചോര കണ്ടിട്ടുള്ളൂ, നേരിട്ട് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. അതോ ഇനി ഞാൻ ഇപ്പൊ അതല്ലേ, അത് ഡിസൈൻ ചെയ്യുന്നതിന് മുൻപേ ആളൊന്ന് കണ്ടിട്ട് വന്നതാണോ ഇവിടെ ബ്ലഡ് വന്നത്? പറയാൻ പറ്റില്ല. അത് ഇപ്പൊ പറയാൻ വന്ന കാര്യം എന്താ പറയാ,
ഇപ്പൊ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് മാറിയത് റെഡ് അല്ലെ കളറിലായിരുന്നെങ്കിൽ ഇപ്പം സിദ്ധാർത്ഥിന്റെ ആ എഫക്ട് എന്തായിരിക്കും പറയാ പിക്ചറിന്റെ അതിന്റെ ഫാൻ മെയ്ഡ് ഒന്നുണ്ട്, അതായത് കളറിലേക്ക് ആക്കിയിട്ടുള്ള. അപ്പൊ ഈ ബ്ലഡ് ഇവിടെ ശരിക്കും കാണുമ്പോ അതിന്റെ മാറ്റം വേറെയാണ്. മറ്റേത് എന്തോ ഒരു കരിയിലൊക്കെ പോലെ കരി പിടിച്ചേക്കുന്ന അങ്ങനെ തോന്നുള്ളൂ. ബാക്കി നമ്മൾ ഊഹിച്ചെടുക്കുകയാണല്ലോ അത് ബ്ലഡ് ആണെന്ന്. അപ്പൊ ഇപ്പൊ വിമർശനം വരും, അതിന് ആരാടാ പറഞ്ഞത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, നിങ്ങളാണ് തീരുമാനിച്ചോന്നൊക്കെ. അതെ, അതും വരും. ഓക്കെ, അടുത്തത് ഇതിലേക്ക് ആ ഒരു ലൈറ്റ് ഇപ്പൊ ശരിക്കും ഈ സാധനം ശരിക്ക് KGF സിനിമയുടെ ഒക്കെ ഒരു എഫക്ട് വരുന്ന ഒരു യെല്ലോയും റെഡും അങ്ങനെ എല്ലാം കൂടി മിക്സ്. പ്രത്യേകിച്ച് ഈ ഷെയ്ഡുകൾക്കാണ് അവര് അതെ കളർ കുറച്ചൊക്കെ ശ്രദ്ധിക്കാറുള്ളത്. അല്ലാത്തതൊക്കെ ഏതാണ്ട് ഡാർക്ക് ഗ്രേ ഒക്കെയാണ് വരാറുള്ളത്. ഇതിൽ കണ്ടില്ല യെല്ലോ, ഇതിൽ മെയിൻ ആയിട്ടുള്ളത് യെല്ലോ ആണ്. ഈ തീക്കൊക്കെ യെല്ലോയും ഓറഞ്ചും റെഡും മസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ വരുമോ സിനിമ, എന്നാ വേറെ ലെവലായിരിക്കൂലേ. ഇതിലാണെങ്കിൽ ആ ക്യാരക്ടറിന്റെ അതെ ലുക്കാണെങ്കിലോ അങ്ങനത്തെ ലുക്കും. എന്റെ അമ്മ ഇങ്ങനെയൊക്കെ ആ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സീൻ ഒരാൾ കണ്ട് പേടിക്കുന്നൊക്കെ ഉണ്ടെങ്കിലേ ആള് പിന്നെ ബാക്കിയില്ല കേട്ടോ. അടിപൊളിയായിരിക്കും. ഇത് പക്കാ തെയ്യം അല്ലേ. ഇതില് വർക്കിന്റെ പ്രത്യേകത ഉണ്ടല്ലേ, അതായത് ആ കൊമ്പുള്ള കൊമ്പല്ല ആ പല്ലുള്ള സംഭവല്ലേ, അത് ആ ഒരു ചിരിക്കുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്ററില്ലേ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു നോട്ടത്തിലും ഭീകര സാധനം, ഭീകരം തെയ്യത്തിന്റെ ആ ഒരു ഇത് വൈബ് വെച്ചിട്ട് തന്നെയാണ് പിടിച്ചിരിക്കുന്നത് ടോട്ടലി അല്ലേ. പിന്നെ ഈ ഒരു ഇതൊക്കെ ഇങ്ങനെ എന്താ പറയാ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഒരു പവറും ഉണ്ട് കേട്ടോ ഇത് ഒറ്റയടിക്ക് അത് ഞങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. അതാണ് പറഞ്ഞത് പിക്ചറിൽ ഓക്കെ, പക്ഷെ ഇത് സിനിമയിൽ എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി സിനിമയിലേക്ക് വരുമ്പോഴാണ് അടുത്തത് ശരിക്കും തെയ്യം കോലം കെട്ടിയിട്ടാണോ താലയോട്ടിയൊക്കെ താഴെ തീ ഇങ്ങനെ ആളി കത്തുന്നു. പിന്നെ കണ്ടോ അതിന്റെ പൊരിയെ കണ്ടില്ലേ, തീപ്പൊരി വാർന്നതിന്റെ, പക്ഷെ അതൊക്കെ തീ ശരിക്കുള്ളതാണെങ്കിൽ അതിന്റെ എഫക്റ്റ് വേറെ അല്ലേ. ഓക്കെ, പിന്നെ നമുക്ക് ഫുൾ ബോഡി കൊടുത്തു ആ തലക്ക് വേണ്ടിയിട്ട്. അതാണ് ഇതിലെ പ്രത്യേകത, ഈ ഡിസൈൻ അടിപൊളിയല്ലേ. സൂപ്പർ സൂപ്പർ. അടുത്തത് ഇതിൽ പല കലാരൂപങ്ങളുണ്ട് കേട്ടോ. തെയ്യം മാത്രമല്ല ഇത് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള കുറെ ഇതുണ്ടല്ലോ. അല്ലത് ആ നാവൊക്കെ അടിച്ചു പിടിച്ചിട്ടുള്ളതൊക്കെ കുറെ ഉണ്ട്. അതായത് നമ്മളെ മഹാലിലൊക്കെ കണ്ടിട്ടുണ്ട്. മഹാലില്ലേ രാവണന്റെ കുറെ സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ കുറെ ഇത് എന്താ പറയാ, ഇതൊന്നും എത്ര വലിയ എഫക്റ്റ് ആയിട്ട് തോന്നുന്നില്ല. അത് തലയിൽ കൂടുതലായിട്ട് കൊടുത്തുന്നുള്ളൂ, വേറെ പല സംഭവങ്ങളും അല്ലാണ്ടൊരു സംഭവമായിട്ട് തോന്നുന്നില്ല. അതെ, അടുത്തത് പക്കാ തെയ്യം. പക്കാ തെയ്യം. കാന്താരയായിപ്പോയി. കാന്താര അല്ലെ, ആ കാന്താര വൈബ് കിട്ടാനാണ് ചിലർക്കൊക്കെ താല്പര്യം. അതാണ് ഈ കാന്താര വൈബ്, അതായത് കാന്താരയുടെ പോലെ എന്നുള്ളതല്ല, കാന്താര വൈബ് കിട്ടണമെങ്കിൽ ആ ഒരു റെഡ് സാധനം അതിനകത്ത് കണ്ടിട്ടില്ലേ, അതായത് ആ തീന്റെ പിന്നെ മുഖത്ത് തേക്കുന്ന കുറെ ചായങ്ങളും ഭയങ്കര എഫക്റ്റ് ആണ് ആ സാധനത്തിന്. അതൊക്കെ ഇതിനകത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുള്ളൂ. നമ്മുടെ ഈ മണിച്ചിത്രത്താഴില്ലടാ, അതിലല്ലേ ചായക്കൂട്ടുകളും ആ ഒരു സംഭവമൊക്കെ പറഞ്ഞ് ആ രീതിയിൽ അത് വിഷ്വലൈസ് ചെയ്യുമ്പോഴുള്ള ഒരു അതിന്റെ ഒരു എഫക്ട് വേറെയാണ്. ഒരു കളം വരച്ചിട്ട് അതിന്റെ മുന്നിൽ സീനൊക്കെ എന്താണ് കുറയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഞാൻ പറയുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പറയുന്നു. അടുത്തത് ഇത് പൊളി സാധനം. ഇത് ഭീകരാക്കി കളഞ്ഞിട്ടുണ്ട്, ഒരു രക്ഷയില്ലാത്ത പോസ്റ്ററാണ് കേട്ടോ, ഫാൻ മെയ്ഡ് പോസ്റ്റർ. അതായത് രണ്ടുപേരെ കൊണ്ടുവന്നത് ഗംഭീരമായിട്ട്, അതായത് അർജുന അശോകനെ മമ്മൂക്കനെ. അതായത് അർജുന അശോകന്റെ പോസ്റ്ററിൽ മമ്മൂക്കയുടെ ആ ഒരു ഫോട്ടോ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് ആ ബോഡിയിലാണ് അലിയിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. ഭയങ്കര രസമായിട്ടുണ്ട് ഈ പോസ്റ്റർ, അടിപൊളി സൂപ്പർ പോസ്റ്റർ. പിന്നെ നല്ല കൺസെപ്റ്റും ഉണ്ട്. യെസ് അല്ലേ, ആ മുകളിലേക്ക് ഞെട്ടലോടെയുള്ള നോട്ടവും മമ്മൂക്കേന്റെ താഴോട്ടുള്ള നോട്ടവും രണ്ടും കൂടി നല്ല കണക്ഷൻ ഒക്കെ വരുന്നുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അടുത്തത് മോനെ, ഇത് ലാലേട്ടനാണ്. എന്റെ മോനെ, ഇത് മറ്റേ വില്ലനിലെ ആ ഒരു ഫേസ് ആണ് വെച്ചിരിക്കുന്നത്.
ചിരിച്ചുകൊണ്ട് കരയുന്ന ആ മനുഷ്യൻ, അങ്ങേരുടെ ഫേസ് കൊണ്ടുവന്ന് വെച്ച് ഭീകരാക്കിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പല വർക്കുകൾ നമ്മൾ ഇതിന്റെ മുമ്പ് വേറെ കണ്ടു, പക്ഷെ അതൊന്നും ശരിയായി തോന്നിയിട്ടില്ല. ഇത് സെറ്റാണ്, കറക്റ്റ് ആപ്റ്റായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ലാലേട്ടന് കഥകളി പറ്റിയ ആളാ. വാനപ്രസ്ഥം, പിന്നെ കമലദളം, ഇതൊക്കെ കണ്ടില്ലേ? അതിന്റെ ആ ഒരു മെയ്വഴക്കവും ആ ഒരു സംഭവം ഒക്കെ വേറെ ലെവലിലാണ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ആ ഒരു ഇതിനുള്ള ഇതുണ്ട്, ആ ഒരു എഫക്റ്റ് ഉണ്ട്. അതെ. എന്താണെങ്കിലും എന്താണ് മറ്റുള്ള കുറെ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അത് നമ്മൾ കുറച്ചെണ്ണം സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും ഇനി സിനിമ റിലീസിനോടടുക്കുമ്പോ ഇനി ഒരുപാട് സംഭവങ്ങൾ വരാനുണ്ടാവും. എന്തൊക്കെ വരാനിരിക്കുന്നു, എന്തൊക്കെ വരാനിരിക്കുന്നു, നമുക്ക് എല്ലായിട്ട് വരാം, നമുക്കും വരാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ബൈ.